ഈ മുല്ല ഫസ്റ്റ് ടൈമാണ് കേട്ടോ മുട്ടിടുന്നത്. ഇത് ഞാൻ നേരത്തെ നമ്മൾ വാങ്ങി അതിൽ നിന്ന് അതിൻ്റെ ഒരു പാർട്സ് കട്ട് ചെയ്ത് വേറെ ചട്ടിയിൽ വെച്ചതാണ് കേട്ടോ. എന്തായാലും അതിൽ മുട്ടൊക്കെ ഇട്ട് ഇതൊക്കെ തളിർത്ത് പൊട്ടിക്കിളിച്ചതാണ്. അതിന് ശേഷം കുറേ മുട്ടുകളുണ്ട് കേട്ടോ, കണ്ടോ, ഇതിലുമുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ അടുത്ത വീഡിയോയിൽ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് പൂ ഇടുവോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പാടില്ലെന്ന്. പക്ഷേ ഭയങ്കര സന്തോഷമായിപ്പോൾ കേട്ടോ, പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വാങ്ങിക്കുന്ന മുല്ലകൾ 1 or 2 തവണയൊക്കെ പൂത്തിട്ട് അതിൽ നിന്ന് മാറ്റി വെക്കുവാണെങ്കിൽ അതിൽ നിന്നൊന്നും കിളിക്കാറില്ല. പക്ഷേ ഞാൻ എന്തായാലും വെച്ചത് കിളിച്ച കേട്ടോ, കിളിച്ച് പൂവിട്ട്. ഇനി ഇത് വിരിയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഇത് റോസയും കണ്ടോ, ഇതും ഒരു 2 times, ഇതും 2 തവണ ഇതിലും പിടിച്ചിട്ടുണ്ട് പൂ. അല്ല, മൊത്തത്തിൽ 3 തവണ വാങ്ങിയപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 2 പ്രാവശ്യമായിട്ട് ഇത് മുട്ട് വന്ന് പൂവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ ഒന്ന് മുള വരുന്നുണ്ട് ഇനിയും. ഇത് വിരിയാനുള്ള സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. കുറേ നേരം കൊണ്ട് ഞാൻ വന്ന് നോക്കുന്നു, പക്ഷേ ഇത് വിരിഞ്ഞിട്ടില്ല. ചെറിയൊരു അതിൻ്റെ ഒരു ഇതള അനക്കമുണ്ട്, കണ്ടോ. ഇതും അതേപോലെ തന്നെ കേട്ടോ. ഞാനിത് വിരിഞ്ഞെന്നും പറഞ്ഞാണ് വന്ന് നോക്കിയത്. ഇപ്പോൾ 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നാളെ വിരിയോളായിരിക്കും, അല്ലെങ്കിൽ 12 മണി കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. നോക്കാം. ഇതിൽ 1 2 3 4 5 6 മുട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറവാണ് 2 4. പക്ഷെ ഇതിന് എപ്പോഴാണോ എന്തോ വിരിയുന്നത് എനിക്കറിയാൻ പാടില്ല. ഇനി എന്തായാലും പോവാണ് കേട്ടോ, രാവിലെ എടുക്കാം. ഇന്നലെ നൈറ്റ് ഞാൻ വന്ന് നോക്കി കേട്ടോ, പക്ഷേ അത് വിരിയാറായിട്ടില്ലായിരുന്നു. ഇന്നേ ഉള്ളൂ കേട്ടോ വിരിയുന്നത്. ഇന്ന് നൈറ്റൊക്കെ ആകുമ്പോൾ അത് വിരിയും. നല്ല വലിയ മുട്ടായിട്ടുണ്ട്, കണ്ടോ. ചെറിയൊരു സ്മെല്ലും ആയിട്ടുണ്ട്. ഉടനെ വിരിയായിരിക്കും. ഞാൻ തേടിയിരുന്ന കാര്യം നടന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുല്ലയൊക്കെ നന്നായിട്ട് വിടർന്നിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ, നല്ല മണം. ഇതും അതേപോലെ തന്നെ കണ്ടോ, നല്ല അടിപൊളി മണം കേട്ടോ, കണ്ടോ. ഭയങ്കര സന്തോഷം കേട്ടോ ഈ ഒരു മണമൊക്കെ കേൾക്കുമ്പോൾ. ഞാനിങ്ങനെ കാത്തിരുന്നതാണ് കേട്ടോ. ഇന്നലെ ഞാൻ വന്ന് നോക്കിയപ്പോൾ നല്ല മുട്ടായിട്ട് തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും കറക്റ്റ് 2ഉം വിടർന്ന് വന്നിട്ടുണ്ട്. എന്തോ ഒരുപാട് പൂവൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് എന്തോ ഒരു സന്തോഷമാണ് കേട്ടോ. ഞാൻ ഈ ചെടികൾക്ക് വേണ്ടി ഇപ്പം അടുത്ത ഒരു സമയം തൊട്ടാണ് കേട്ടോ ഇത്ര എഫേർട്ട് എടുക്കുന്നത്. അതിന് മുമ്പിട്ടൊന്നും ഞാൻ ഇങ്ങനെ പൂവൊക്കെ കാണുമ്പോൾ പിച്ചും തലയിൽ വെക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇപ്പം ഞാനത് പിച്ചാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൽ തന്നെ നിൽക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.